ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ക്രോഷറ്റ് കളേഴ്സ് ബൈ ഡാലിയ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ടിപ്സും അതുപോലെ തന്നെ എൻ്റെ ക്രോഷറ്റ് ജേർണിയെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആ കമൻറ്റ് ഞാനിവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തേക്കാമേ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോസ് ബ്ലാങ്കറ്റിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. അതും ഏറ്റവും തിന്നിയാണ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വോൾ ക്രാഫ്റ്റ് സ്റ്റോണിൻ്റെ 4-പ്ലേ അക്രിലിക്കാണ്. നല്ല യാണാണ്. ഇത് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് നല്ല ബിഗ് സൈസ് ആയിരിക്കും. ഇത് ഞാൻ എൻ്റെ ഒരു പരീക്ഷണം എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ ഞാൻ അതായത് വൺ ലെയറായിട്ട് തന്നെ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ തിന്നാണ്. പിന്നെ ഞാനിതൊരു ടിപ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രോജക്റ്റ് ചെയ്താലും ഞാനതിങ്ങനെ എഴുതി വെക്കും. കാരണം എപ്പോഴും നമുക്ക് അത് നന്നായിരിക്കും. കാരണം എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് ബുക്കിലുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാമല്ലോ. അങ്ങനെ ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിരിക്കും. പിന്നെ ഇതാണ് യാണിങ് നീഡിൽ. ഇത് നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ നീഡിലിൻ്റെ എൻഡ് ഭാഗത്ത് നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ യാൺസ് അക്രിലിക്, ഈ സൈസുള്ള യാൺസൊക്കെ ഈ നീഡിൽ കൂടെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ ബാക്കി ബാലൻസ് നൂലൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ യാണൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു നീഡിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ പുതുതായി വാങ്ങിച്ചൊരു ക്രോഷേ ഹുക്ക് സെറ്റാണ്. അതിൽ പല നീഡിലും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ പല പ്രോജക്റ്റിൻ്റെ അകത്ത് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് ഞാൻ പുതുതായിട്ട് ചെയ്ത 2 റോസസാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ വർദ്ധമാൻ്റെ യാണിനെ കുറിച്ച്. ഇതൊന്നും ഒരിക്കലും പ്രൊമോഷൻസ് അല്ലേ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വർദ്ധമാൻ്റെ 100 ഗ്രാമിൻ്റെ ബോളാണിത്. നല്ല സോഫ്റ്റ് യാണാണ് കേട്ടോ. ഞാൻ വിചാരിക്കുന്നു, എനിക്ക് സോഫ്റ്റായിട്ട് തോന്നിയ ബേബി സോഫ്റ്റ് യാണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ നിൽക്കുന്നൊരു യാൺ തന്നെയാണ് വർദ്ധമാൻ്റെ യാൺ. ഇത് 100 ഗ്രാമാണ്, 125 റുപ്പീസാണ്. ഇതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് നീഡിലാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ നീഡിൽ. ഞാനിത് 3.5 നീഡിൽ വെച്ചിട്ടാണ് ഒരു ഫ്രോക്ക് ചെയ്ത് നോക്കുകയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൽ വർദ്ധമാനിയാണ് ഞാനതും യൂസ് ചെയ്യുന്നുണ്ട്. അത് പറയാത്തതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇത് വേറെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫ്ലവറാണ് ചെയ്യുന്നത്. നമ്മുടെ ഗംഗേൻ്റെ യാണാണിത്. ഒലീവിയ എന്നുള്ള ബ്രാൻഡാണ്. നല്ല തിന്നാണ് യാണ്, നല്ല സോഫ്റ്റുമാണ്. ഓക്കെ, നമ്മൾ ഏത് യാൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ വർക്കിൻ്റെ പെർഫെക്ഷനാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ഒരു ഫ്രോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അക്രിലിക് യാണാണ് കേട്ടോ. മാഗ്നസിൻ്റെ യാൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, അത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന നീഡിൽ ഏറ്റവും ബിഗ് സൈസ് നീഡിലാണ്. 5 നമ്പർ നീഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും യാൺ നല്ല തിക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഫ്രോക്കൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആവാനും പറ്റും. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നല്ല ബിഗ് ആയിരിക്കും. ഒരു യാണിൻ്റെ റിവ്യൂസൂടെ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്രോഷ്യ പഠിച്ചതെന്നുള്ള ഒരു കമൻറ്റാണ് വന്നിരുന്നത്. ഞാൻ ക്രോഷ്യ പഠിച്ചത് എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത്. അല്ലാതെ എങ്ങും പോയി ഒന്നും പഠിച്ചതല്ല. യൂട്യൂബ് വീഡിയോസ് കണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഞാനതും ക്രോഷ്യൊന്നും ഇപ്പോഴല്ല പഠിച്ചത്, ഒരു 9 ഇയേഴ്സ് ബാക്ക്. അപ്പോഴാണ് ഞാൻ ക്രോഷ്യ പഠിച്ച് തുടങ്ങിയത്. ആദ്യം ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ടതാണ് ഒരാൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കിയപ്പോൾ അന്നൊന്നും മലയാളത്തിൽ ഒരൊറ്റ വീഡിയോ പോലും ഇല്ല, ക്രോഷ്യയെക്കുറിച്ചും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഇംഗ്ലീഷ് ചാനൽസ്, അതിലാണ് ഇതൊക്കെ ഇവർ ചെയ്യണത്. എന്തൊക്കെ സാധനങ്ങളുണ്ടാകുന്നത് കണ്ണ് സത്യത്തിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഈ നൂല് കിട്ടുന്നത്, ഇതെങ്ങനെ കിട്ടും, ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയൊരു ഫ്രോക്ക് ആവുന്നുണ്ട്, ബൊക്കെ ആവുന്നുണ്ട്, ജാക്കറ്റ് ആവുന്നു, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല.
അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പഠിക്കാം. ഇവരുടെ പ്രൊണൗൺസിയേഷൻ അന്ന് സബ് ടൈറ്റിൽസോ അങ്ങനെ ഒന്നുമില്ല. ഇവർ സ്പീഡിൽ അങ്ങ് പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇതുപോലെ എഴുതി വെച്ച് പിന്നെ ഇവർ ഒരു വീഡിയോ തന്നെ എത്ര വട്ടം കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അത്രയും പ്രാവശ്യം കണ്ട് ആണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊരു നീഡിൽ വാങ്ങിച്ചു തരുമോ. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി ഞാനാണെങ്കിൽ അതുപോലെ നീഡിലൊക്കെ ഒരെണ്ണം ഓർഡർ ചെയ്ത് വാങ്ങിച്ച്. അപ്പം യാണിന് എന്ത് ചെയ്യും, നമ്മൾ അടുത്തൊരു ഫാൻസി ഷോപ്പിൽ പോയി അവിടെ നിന്നുള്ള ചെറിയ വൂളുണ്ടല്ലോ നമ്മുടെ 15 റുപ്പീസിൻ്റെത്, അതുപോലത്തെ വൂൾസൊക്കെ വാങ്ങിച്ചാണ് ഞാൻ പഠിച്ച് ഇങ്ങനെ നോക്കി. ഭയങ്കര പാടായിരുന്നു. ഓരോ സ്റ്റിച്ചസും ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ്, സിംഗിൾ ക്രോഷ്യ ആണെങ്കിലും ഡബിൾ, ഈവൻ നമ്മുടെ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് വരെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണ്. ഇപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എന്തോരം വീഡിയോസാണുള്ളത്. അപ്പം തികച്ചും എൻ്റെ ഗൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ്. ഇന്ന് നമുക്ക് ക്രോഷ്യ ബിഗിനേഴ്സ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീഡിയോസ് വേണമെങ്കിലും നമുക്ക് ബേസിക് സ്റ്റിച്ചസൊക്കെ കിട്ടും. പിന്നെ നമ്മൾ പെട്ടെന്ന് എടുപിടിയിൽ പോയി നമ്മൾ വലിയൊരു പ്രോജക്റ്റിലൊന്നും പോയാൽ നമുക്ക് ഒട്ടും ഫിനിഷിങ് കിട്ടില്ല. നമ്മൾ ചെറിയ പ്രോജക്റ്റ് ചെയ്ത് വേണം പഠിക്കാൻ. ഞാൻ ആ 9 വർഷം മുമ്പ് പഠിച്ച കാര്യം ഞാനൊരു ശരിക്കും 1 വർഷം 1.5 വർഷമൊക്കെ ചെയ്ത് കാണും. പിന്നെ എനിക്ക് ആ ടച്ചൊക്കെ പോയി. നമ്മുടെ ജീവിതത്തിൽ ഓരോ ബിസിയുള്ള കാര്യങ്ങളൊക്കെ ആയി, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയി, ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വിട്ടതിന്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു 2.5 years ആവുന്നുള്ളൂ വീണ്ടും ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ട്, ക്രോഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ടും. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ ക്രോഷ്യ ജേർണി. പിന്നെ അന്നൊന്നും നല്ല ആ കുറഞ്ഞ യാൺ വെച്ച്, പക്ഷെ അതിന് നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അതായത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഹെയർ അക്സസറീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ യാൺ യൂസ് ചെയ്തിട്ടുള്ളത്. കുറേ ഞാൻ അങ്ങനത്തെ പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന്. അതുപോലെ തന്നെ മൊബൈൽ പൗച്ച്, ചെറിയ ബാഗ്, ഇതെല്ലാം ഞാൻ അപ്പോൾ ചെയ്തിട്ടുണ്ട്. കൂടുതലും കുട്ടികൾക്ക് വേണ്ടി ഹെയർ അക്സസറീസ്, ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്സ്, അതൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റാത്ത വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ഇതെവിടെ കിട്ടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുതിയത് ചെയ്ത് കൊടുക്കാനൊക്കെ. അങ്ങനെയാണ്, അതിനുവേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ ക്രോഷ്യ പഠിക്കാനുള്ള കാരണം. പിന്നെ ആണെങ്കിൽ എന്നിട്ട് ഞാൻ പിന്നെ അതങ്ങ് ഇതാക്കി. പിന്നെ നൂലൊക്കെ വാങ്ങിക്കാനുള്ള ഇതൊന്നും അപ്പം ഇല്ലായിരുന്നു. കുറേ ഞാൻ നൂലൊക്കെ വാങ്ങിച്ച് സാധാരണ. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന യാണെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള യാണാണ്. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അന്നൊന്നും. ഇപ്പോഴല്ലേ ഇതൊക്കെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, ഓരോ ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ യാണൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ക്രോഷ്യ പഠിക്കാനുള്ള മെയിൻ എൻ്റെ ബാക്ക് ബോൺ എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്കൊരു വരുമാനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ നൂല് വാങ്ങിച്ചു തരാനും എനിക്ക് നീഡിൽ വാങ്ങിച്ചു തരാനും, അങ്ങനെ ചെയ്തോ, നിനക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നീ ചെയ്തോ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഏറ്റവും താങ്ക്ഫുൾ അദ്ദേഹത്തിനോടാണ്. കാരണം എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇതാണ് എൻ്റെ ക്രോഷ്യ ജേർണി. പിന്നെ ഞാൻ ഇപ്പോഴും റീസെൻ്റ്ലി അപ്പോൾ എനിക്ക് യാൺസൊക്കെ നല്ലതൊക്കെ കിട്ടി. നമുക്ക് കുറേ പാറ്റേൺസൊക്കെ കിട്ടാൻ തുടങ്ങി. പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇതിൽ നിന്നൊക്കെ കുറച്ച് പാറ്റേൺസൊക്കെ കിട്ടും. നമ്മൾ അതിലൊക്കെ നോക്കി ഞാൻ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് നല്ല സ്മൂത്തായിട്ടെല്ലാം ചെയ്യാൻ പറ്റും. ഒരു പാറ്റേൺ കണ്ടാൽ അത് നോക്കി ചെയ്യാനും പറ്റും. പിന്നെ അന്നത്തെ സ്പീഡൊന്നുമല്ല, ഇപ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ പ്രോജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ റെഗുലർ ഒരു പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് നമുക്ക് ക്രോഷ്യ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. ക്രോഷ്യ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ടൈമാണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ക്രോഷ്യ ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.